പ്രിയരെ, ജനുവരി 1, പുതിയ വർഷം, പുതിയ തുടക്കം. ഇന്നലകളിൽ വന്ന തെറ്റുകൾ, പരാജയങ്ങൾ, അതിൽ നാം പലതും പഠിച്ചു. അനുഭവ പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യത എന്നുള്ളത്. ശുഭപ്രതീക്ഷകളാണ് നമ്മെ നയിക്കുന്നത്. ഇന്നലകൾ സ്വപ്നമായി, നാളെകൾ പ്രതീക്ഷകളായി നാം മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. കൊഴിഞ്ഞു വീണ ഇലകൾ, അവയ്ക്ക് ജീവനില്ല. തളിരിലകൾ, അവയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ താഴേക്ക് തളിരുകൾ നോക്കാറില്ല. നമുക്കുണ്ടാവേണ്ടത് ഈ ഒരു ചൈതന്യ ബോധമാണ്. ചോർന്നു പോകാത്ത ചൈതന്യബോധം. പുതിയ തുടക്കമാണ് നാം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തോമസ് ആൽവ എഡിസന്റെ കണ്ടുപിടുത്തങ്ങളും വിലപ്പെട്ട ശേഖരങ്ങളും രേഖകളും ഉപകരണങ്ങളും അഗ്നിക്കിരയായത് നമുക്കറിയാം. 20 ലക്ഷം ഡോളറിൻ്റെ നഷ്ടമാണ് വരുത്തിവെച്ചത്. നിശ്ചലനായി എഡിസൺ നോക്കി നിന്നു. ഈ സംഭവം കേട്ട് ഓടിയെത്തിയ മകനോട് പറഞ്ഞു, മോനെ, ഓടിപ്പോയി അമ്മയെ വിളിച്ചു കൊണ്ടുവരൂ. ഈ ഒരു കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ല എന്നാണ്. തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പൂർത്തീകരിക്കപ്പെടാത്ത ഗവേഷണ പാഠങ്ങൾ, അതിൻ്റെ ചാമ്പൽ കൂനകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ 67-കാരനായ എഡിസൺ പറഞ്ഞത് ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്നാണ്. എല്ലാ പിശകുകളും തെറ്റായ ചിന്തകളും കത്തിപ്പോയി. ദൈവത്തിന് നന്ദി എന്നാണ്. ഇത് വല്ലാത്തൊരു ചിന്തയാണ്. പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം വിലകൽപ്പിച്ചിരിക്കുന്ന പലതും വെണ്ണീറായിട്ടുണ്ട്. ദുരന്തങ്ങൾ, സ്വപ്നങ്ങൾ, പരാജയങ്ങൾ എല്ലാം ചാമ്പൽ കൂനകളിൽ കാലുകുത്തി നിൽക്കുന്നവരായിരിക്കും. നമ്മിൽ പലരും ജീവിതത്തിൽ പുതിയ തുടക്കം കുറിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കലണ്ടറുകൾ മാറുന്നു. ഇനി നാം പുതിയ സൃഷ്ടിയായി മാറണം. പുഴുവിൽ നിന്നും പൂമ്പാറ്റയായി മാറുവാനുള്ള ജീവിതം, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്കുള്ള പ്രയാണം. കരുത്തോടെ, തളരാതെ മുന്നോട്ടേക്ക് നീങ്ങാൻ കഴിയേണ്ടതുണ്ട്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.